പ്രിയമുള്ളവരെ, ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഒന്നാമതായി ഒരു സഹോദരിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ സഹോദരിയെ നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ പല കാരണങ്ങളും പല ആശയങ്ങളും ആരോപണങ്ങളൊക്കെ മുമ്പിൽ വരുന്നുണ്ട്. പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, ഈ ഡോക്ടേഴ്സിൻ്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം വളരെ വീക്കായിട്ടുള്ളൊരു കൺട്രിയിലാണ് ഞാൻ ജീവിക്കണതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നാളെ ഞാനും കുത്തേറ്റ് മരണപ്പെട്ടേക്കാം എന്നൊരു ഭയം ഇന്നത്തെ ഈ ഒരു സംഭവം എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും മനസ്സിൽ ജനിപ്പിക്കുകയാണ്. മറ്റൊരു ആംഗിളിൽ നിന്ന് ഇതിനെ നോക്കിക്കാണുമ്പോൾ, പ്രത്യേകിച്ച് ഈ കുത്തിയ വ്യക്തിയുടെ മാനസിക നിലയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ ആളുകൾ സംസാരിക്കുമ്പോൾ എനിക്ക് ചിന്ത വരുന്നത്, ആഫ്രിക്കൻ രാജ്യത്ത് കുറച്ച് നാൾ വർക്ക് ചെയ്ത ഒരു അനുഭവമാണ്. അവിടെ വെച്ച് ഒരു സീനിയർ സർജനോട് ഞാൻ ചോദിച്ചു, എയ്ഡ്സ് വളരെ കോമൺ ആയിട്ടുള്ള കൺട്രിയിൽ ആ സർജനോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്, അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പ്രിക്കോഷനാണ് ഞാൻ എടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, യു തിങ്ക് ദാറ്റ് എവരി വൺ ഈസ് എയ്ഡ്സ് പേഷ്യൻറ്റ് അൺലെസ് അതർവൈസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എയ്ഡ്സ് രോഗികളാണെന്ന് ചിന്തിച്ചേക്കൂ, അവർ തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം എയ്ഡ്സ് രോഗികളാണെന്ന് ചിന്തിച്ചേക്കൂ, അങ്ങനെ കെയർ ചെയ്ത് പെരുമാറണമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഈ മയക്കുമരുന്നിന് അടിമകളാണെന്ന് സംശയിക്കേണ്ട ഒരു നിലയിലേക്ക് നമ്മൾ സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡോക്ടേഴ്സിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ കൂടെയും കൂടി ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്ത് പല നിയമങ്ങളുമുണ്ട്, പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നിനെ കുറിച്ച് തന്നെ പല നിയമങ്ങളും അത് വെറും കടലാസ് പുലികളാണ്. ചില നിയമം അനുസരിച്ച് പല ആളുകളെയും നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും പല നിയമങ്ങളും പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നില്ല. അതുതന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു മനോധൈര്യം ആളുകൾക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകണം. ഡോക്ടർ സഹോദരങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ അടിയുറച്ച് നിൽക്കണമെന്നാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. അല്ലെങ്കിൽ മാർട്ടിൻ നീമോളുടെ ഒരു സെയിങ്ങിൽ നമ്മൾ പറയുന്നത് പോലെ, അവർ സോഷ്യലിസ്റ്റുകൾക്കും യൂണിയനിസ്റ്റുകൾക്കും ജ്യൂസിനെയൊക്കെ കൊല്ലാൻ വന്നു, അന്നൊക്കെ ഞാൻ മിണ്ടാതിരുന്നു. പക്ഷെ ഇന്ന് എന്നെ കൊല്ലാൻ വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല എന്ന അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡോക്ടർ സമൂഹം, ആരോഗ്യ മേഖല എല്ലാവരും ഒന്നടങ്കം ഇതിനൊരു തീരുമാനമുണ്ടാകുന്നവരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.